എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, +2 ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സേ ഓർ ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റൽ, അതുപോലെ തന്നെ സ്കോൾ കേരള, അതുപോലെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് പരീക്ഷ എഴുതാനായിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2 അതുപോലെ തന്നെ +1 പബ്ലിക് എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ചാൻസ് നവംബർ 28-ാം തീയതി വരെയാണ്. അതായത് 600 രൂപ സൂപ്പർ ഫൈനോട് കൂടിയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ്, അതിനോടൊപ്പം 600 രൂപ കൂടി എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. നേരത്തെ തന്നെ ഈ ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും വിദ്യാർത്ഥികളിൽ പലരും ചിലപ്പോൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു 600 രൂപ സൂപ്പർ ഫൈനോട് കൂടിയുള്ള ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ 28-ാം തീയതി വരെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നവംബർ 28-ാം തീയതി വരെ നിങ്ങൾ എത്ര രൂപയാണോ ഫീസ് അടക്കുന്നത് അതിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് സൂപ്പർ ഫൈനായിട്ട് 600 രൂപ കൂടി വിദ്യാർത്ഥികൾ എക്സ്ട്രാ ആയിട്ട് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഏത് സ്കൂളിലാണോ അവസാനമായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലാണ് നിങ്ങളുടെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾ +1 ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ +2 പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ +1 പരീക്ഷയുടെ അതായത് +1 പരീക്ഷ കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്കൊരു മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടാകും, അത് മാർക്ക് ഷീറ്റ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു മാർക്ക് ഷീറ്റും അതുപോലെ തന്നെ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ +1 ഇംപ്രൂവ്മെൻറ്റ് ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ +1 പരീക്ഷയുടെ ആ ഒരു മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു +2 അല്ലെങ്കിൽ +1 കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് +2വിന് ശേഷം ആ ഒരു 2 വർഷത്തെ മാർക്കും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാകും, അത് മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ +1ൻ്റെ മാർക്ക് ലിസ്റ്റും കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി, അതായത് ഓരോ കോപ്പി വീതം എടുക്കുക. അതുപോലെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിഭാഗക്കാർ ആണെങ്കിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ മെമ്മോ കാർഡ് ഉണ്ടാകും, അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. അതുപോലെ തന്നെ +2 ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഈ ഒരു +1ൻ്റെ ആ ഒരു മാർക്ക് ഷീറ്റിൻ്റെ കൂടെ തന്നെ ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അതുകൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് +1 പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പി കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് അതനുസരിച്ച് നിങ്ങൾ അതിൻ്റെ കോപ്പിയൊക്കെ എടുത്ത ശേഷം നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷയ്ക്ക് അവസാനമായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അപേക്ഷയുടെ ഫീസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ് എന്നുള്ളത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ 240 രൂപയും ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ 250 രൂപയുമാണ് ആകെ ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ +1 ഇംപ്രൂവ്മെൻറ്റിന് നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് പ്രാക്ടിക്കൽ ഇല്ലാത്തത് ആണെങ്കിൽ 150 രൂപയും പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റാണ്, അതായത് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കൽ എഴുതുന്നുണ്ടെങ്കിൽ അതിന് 175 രൂപയുമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് 225 രൂപയാണ്. അതായത് 225 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം ആണെങ്കിൽ +1ൻ്റെ പരീക്ഷയ്ക്കും +2ൻ്റെ പരീക്ഷയ്ക്കും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ 225 രൂപയാണ് ഒരു സബ്ജക്റ്റിൻ്റെ ആ ഒരു ഫീസ് വരുന്നത്. അത്ര സബ്ജക്റ്റാണോ എഴുതുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഈ 225 രൂപയും അതുപോലെ തന്നെ 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ്. 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ +1ൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ +2ൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഏത് വർഷത്തെ സബ്ജക്റ്റാണോ തോറ്റുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു തോറ്റ സബ്ജക്റ്റ് ഏതാണ് അതനുസരിച്ച് നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് 2 വർഷത്തെ പരീക്ഷയ്ക്കും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യപ്പെടും എങ്കിലും നിങ്ങൾക്ക് ഏത് വർഷത്തേതാണോ നിങ്ങൾ ഫൈൽഡ് ആയിട്ടുണ്ടായിരുന്നത് ആ ഒരു വർഷത്തെ പരീക്ഷ മാത്രം നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് ജയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏതെങ്കിലും വിഷയം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം ആ ഒരു വിഷയത്തിൻ്റെ ഒന്നുകിൽ +1ലെയോ അല്ലെങ്കിൽ +2ലെയോ പരീക്ഷ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എങ്കിലും അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ പരീക്ഷാ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യപ്പെടും. എന്നാൽ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ ആ ഒരു രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യപ്പെടുന്നത് അല്ല എന്നുള്ളത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത്
നിങ്ങൾക്ക് ഇത്ര രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ഈ ഒരു ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഫീസൊക്കെ നിങ്ങൾ ഇനി അടക്കുന്ന സമയത്ത് ഇതിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് 600 രൂപ സൂപ്പർ ഫൈനായിട്ട് നിങ്ങൾ അടക്കണം. അതായത് ഇത്ര ദിവസം വരെ നിങ്ങൾക്ക് പേ കൂടാതെയും അതുപോലെ തന്നെ 20 രൂപ ഫൈനോട് കൂടിയും അതുപോലെ 20 രൂപയോടൊപ്പം തന്നെ ഓരോ ദിവസത്തിനും 5 രൂപ വെച്ചിട്ട് അങ്ങനെ ഫൈൻ അടച്ച് ഈ ഒരു ഫീസ് അടക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ 600 രൂപ സൂപ്പർ ഫൈനോട് കൂടി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനുള്ള അവസരം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവസരം വിദ്യാർത്ഥികൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് +1 +2 അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്, അത് +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ഏകദേശം ഏപ്രിൽ മാസത്തോളം നടക്കുന്ന, അതായത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ്യിൽ നടക്കുന്ന ആ ഒരു അതായത് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതിന് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിലും +2വിൻ്റെ മാർച്ചിലെ 2025 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു +2വിൻ്റെ ആ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഫോം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ ഒരു ഫോമിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒട്ടിക്കണം. അതുപോലെ തന്നെ അത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഒട്ടിക്കേണ്ടത്. അതിനുശേഷം ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ സ്കൂളിൽ നൽകുകയാണ് ചെയ്യുന്നത്. ഫോം സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നവംബർ 28-ാം തീയതി വരെയാണ് പി കൂടാതെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. ഇവിടെ നെയിം ആൻഡ് ഇയർ ഓഫ് എക്സാമിനേഷൻ പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ ഏത് വർഷത്തെ പരീക്ഷയാണോ എഴുതുന്നത് അതനുസരിച്ച് നിങ്ങൾ അതിൻ്റെ പേര് എഴുതുക. അതായത് +1 മാത്രമാണെങ്കിൽ ആദ്യമായിട്ട് എഴുതുന്നതാണെങ്കിൽ +1 പബ്ലിക് എക്സാമിനേഷൻ മാർച്ച് 2025, അതുപോലെ +2 ആണെങ്കിൽ +2 പബ്ലിക് എക്സാമിനേഷൻ മാർച്ച് 2025. അപ്പോൾ നിങ്ങൾ ഈ ഒരു +1ഉം +2ഉം കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ +1 +2 കമ്പാർട്ട്മെൻറ്റൽ എക്സാം മാർച്ച് 2025 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ സെൻറ്റർ നമ്പർ ആൻഡ് നെയിം ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നത് ആ ഒരു സ്കൂളിൻ്റെ സെൻറ്ററിൻ്റെ ഒരു കോഡ് ഉണ്ടാകും. അതുപോലെ തന്നെ സെൻറ്ററിൻ്റെ പേരും ഉണ്ടാകും. അത് നിങ്ങൾ സ്കൂളിൽ ചോദിച്ച് ഫില്ല് ചെയ്താൽ മതി. അടുത്ത സ്ട്രീം ഓഫ് സ്റ്റഡി ആണ്. ഹയർ സെക്കൻഡറി ആണോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ആണോ, ആർട്ട് ഹയർ സെക്കൻഡറി ആണോ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണോ, ഇക്വലൻസി ആണോ എന്നാണ് ചോദിക്കുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ മറ്റൊരു ഫോം ലഭ്യമാണ്. ആ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്യുക. ഇത് ഹയർ സെക്കൻഡറിയിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറി എന്നുള്ള ടിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് അതുപോലെ ഇക്വലൻസി തുല്യതയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് അത് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി ചോദിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഏത് ആണ്, അതായത് ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്കിവിടെ സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ അല്ലെങ്കിൽ അതർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി, ഏത് കോഴ്സാണ് പഠിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി കാറ്റഗറി ചോദിക്കുന്നുണ്ട്. കാറ്റഗറി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ സ്കൂൾ ഗോയിങ് ആണോ, സ്കോൾ കേരളയാണോ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം ആണോ അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി ആണോ, സ്പെഷ്യൽ കാറ്റഗറി ആണോ അല്ലെങ്കിൽ അതർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു +2 പരീക്ഷ അല്ലെങ്കിൽ +1 പരീക്ഷ എഴുതുന്നതാണെങ്കിൽ സ്കൂൾ ഗോയിങ്ങും, അതുപോലെ തന്നെ നിങ്ങൾ പ്രൈവറ്റായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ സ്കോൾ കേരളയും, അതുപോലെ തന്നെ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം ആണെങ്കിൽ ആ ഒരു കമ്പാർട്ട്മെൻറ്റൽ വിഭാഗവും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ലാറ്ററൽ എൻട്രി ആണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തത് സ്കീം ചോദിക്കുന്നുണ്ട്. സ്കീം നിങ്ങൾ ന്യൂ സ്കീമാണോ ഓൾഡ് സ്കീമാണോ എന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്കറിയില്ല എങ്കിൽ സ്കൂളിൽ നിന്ന് ചോദിച്ച് ഫില്ല് ചെയ്താൽ മതി. കാരണം നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക. ഇനി അടുത്തതായിട്ട് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളുടെ പേര് നിങ്ങൾ എഴുതുക. അതായത് ഇവിടെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ ഇനീഷ്യൽ അടക്കം എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നിങ്ങളുടെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ ഏതാണെന്നുള്ളതനുസരിച്ച് ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിനിടയിലായിട്ട് 10ാമത്തെ ക്വസ്റ്റ്യൻ റിലീജിയൻ ആൻഡ് കാസ്റ്റ് ചോദിക്കുന്നുണ്ട്. അതിവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. അടുത്തത് കമ്മ്യൂണിറ്റിയാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ST ആണോ ST ആണോ OBC ആണോ OBC ആണോ അല്ലെങ്കിൽ അതർ ആണോ ഏതാണെന്നുള്ളതനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ SSLCയുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ SSLC അല്ലെങ്കിൽ ഇക്വലൻറ്റ് എക്സാമിനേഷൻ്റെ ഏത് വർഷമാണ് പരീക്ഷ ചെയ്തത്, ആ ഒരു മാസം ഏതാണ്, ഏത് ഇയറിലാണ്, ഏത് രജിസ്റ്റർ നമ്പറാണ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. അടുത്തത് അഡ്മിഷൻ നമ്പർ, അതുപോലെ തന്നെ സ്കോൾ കേരള, അതുപോലെ KSLMA രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ചോദിച്ച് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു അഡ്മിഷൻ നമ്പറൊക്കെ നൽകിയിട്ട് ഒരു
സ്ലിപ്പൊക്കെ തന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ ഉണ്ടോ, അല്ലെങ്കിൽ സ്കോൾ കേരളയുടെ നമ്പർ ഉണ്ടോ, അല്ലെങ്കിൽ KSLMA രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടോ, ഇതിലേതെങ്കിലും ഒന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് പരീക്ഷ എഴുതിയിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് ഏത് വർഷത്തെ പരീക്ഷയാണ് എഴുതിയത്, അതായത് ഏത് മാസമാണ്, ഏത് വർഷമാണ്, അപ്പോഴത്തെ രജിസ്റ്റർ നമ്പർ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. അടുത്തത് നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് ഇപ്പോൾ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ +1 +2 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലൊക്കെ ആയിട്ടാണ് എഴുതുന്നത് എങ്കിലും, അല്ലെങ്കിൽ +1 +2 ആദ്യമായിട്ടാണ് എഴുതുന്നതെങ്കിലും, ഏതൊക്കെ വിഷയങ്ങളാണോ നിങ്ങൾ എഴുതുന്നത് ആ ഒരു ടോട്ടൽ വിഷയങ്ങളുടെ ഡീറ്റെയിൽസ് ഇതിൽ മെൻഷൻ ചെയ്യണം. പാർട്ട് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, പാർട്ട് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, പാർട്ട് 3 ബാക്കി സബ്ജക്റ്റുകളാണ്. നിങ്ങൾ ഏതൊക്കെയാണ് എഴുതുന്നത് അതനുസരിച്ച് ഇവിടെ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് മലയാളത്തിലോ തമിഴിലോ കന്നഡയിലോ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് 3 സബ്ജക്റ്റ് ആ ഒരു തിയറി പാർട്സ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ അത് മലയാളത്തിലാണെങ്കിൽ മലയാളം എന്നുള്ള ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് അടുത്ത പേജിലുള്ളതാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ +2 പരീക്ഷ, അതായത് +1 പരീക്ഷ ആദ്യമായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യേണ്ടതില്ല. എന്നാൽ നിങ്ങളിപ്പോൾ +1 ഇംപ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ +2 പരീക്ഷയോ കമ്പാർട്ട്മെൻ്റൽ വിഭാഗമാണോ എഴുതുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് എഴുതിയ പരീക്ഷയുടെ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി അതിൻ്റെ ആ ഒരു രജിസ്റ്റർ നമ്പർ, ഏത് മാസമാണ്, ഏത് ഇയറിലാണ്, അതുപോലെ ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതായത് എലിജിബിളോ നോട്ട് എലിജിബിൾ എന്നുള്ളതും, എലിജിബിൾ ആണെങ്കിൽ എലിജിബിൾ, അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ആണെങ്കിൽ നോട്ട് എലിജിബിൾ എന്ന് എഴുതുക. അതുപോലെ അതിനെത്രയാണ് ഗ്രേഡ് കിട്ടിയത് എന്നുള്ളത് എഴുതുക. ഗ്രേഡ് അറിയില്ലെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ഫില്ല് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് നിങ്ങൾ SC/ST വിഭാഗത്തിൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു എഡ്യൂക്കേഷണൽ കൺസെഷൻ, അതായത് ഈ ഒരു വിദ്യാഭ്യാസ ആനുകൂല്യം നേടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് SC/ST വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷ ആദ്യമായിട്ടാണ്, അതായത് ഹയർ സെക്കൻഡറി ബോർഡ് പരീക്ഷ ആദ്യമായിട്ടാണോ എഴുതുന്നത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളിപ്പോൾ +1 ഇംപ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ +2 പബ്ലിക് എക്സാമിനേഷനോ അല്ലെങ്കിൽ +1 +2 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലാണോ എഴുതുന്നതെങ്കിൽ ഇവിടെ സെക്കൻഡ് എന്നും, അതുപോലെ തന്നെ നിങ്ങൾ +1 ആദ്യമായിട്ടാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ ഫസ്റ്റ് എന്നുള്ളതും എഴുതുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഈ ഒരു എക്സാം എന്ന് നിങ്ങൾ സെക്കൻഡ് എന്നാണ് ഓപ്ഷൻ നൽകിയിട്ടുള്ളത് എങ്കിൽ മാത്രം 20ാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഇവിടെ സ്റ്റേറ്റ് വെദർ വിത്തിൻ എ കണ്ടിന്യൂസ് പീരിയഡ് ഓഫ് 2 ഇയർ, അതായത് നിങ്ങൾ 2 വർഷത്തിൻ്റെ ആ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത് എന്നാണ്. നിങ്ങളൊന്നുകിൽ +1 ഇംപ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ +2 പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ ആദ്യമായിട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ യെസ് എന്നും, അതുപോലെ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു +2 പരീക്ഷയല്ല, നിങ്ങളിപ്പോൾ ഈ ഒരു കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്ത് കൊടുക്കുക. സാധാരണ +1 +2 പരീക്ഷ എഴുതുന്ന ആദ്യമായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഈ ഒരു യെസ് എന്നുള്ള ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് ഡിക്ലറേഷൻ പാർട്ടാണ്. ഇവിടെ നിങ്ങളുടെ പേരും സിഗ്നേച്ചറും ഇടുക. അതായത് ഇവിടെ നിങ്ങളുടെ പേര്, അതുപോലെ സിഗ്നേച്ചർ, അതുപോലെ ഇവിടെ നിങ്ങളുടെ പേരൻറ്റിൻ്റെ പേര്, സിഗ്നേച്ചർ എന്നിവ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിനോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു +1 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പ്രൈവറ്റ് വിഭാഗം ആണെങ്കിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ മെമ്മോ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ +1 ഇംപ്രൂവ്മെൻറ്റിൻ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ +1ൻ്റെ പരീക്ഷയുടെ മാർക്ക് ഷീറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ +2 പരീക്ഷയാണ് എഴുതുന്നതെങ്കിലും +1 പരീക്ഷയുടെ ആ ഒരു മാർക്ക് ഷീറ്റ്, അതുപോലെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് എഴുതിയ എക്സാമുകളുടെ മാർക്ക് ഷീറ്റിൻ്റെ കോപ്പി എന്നിവയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഫീസും 600 രൂപ ഫൈനും കൂടി നിങ്ങൾക്ക് അടച്ചുകൊണ്ട് ഈ ഒരു നവംബർ 28ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. നിങ്ങൾ നേരത്തെ ഈ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 600 രൂപ ഫൈൻ ഒഴിവാക്കാമായിരുന്നുവെങ്കിലും പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ്റെ കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു നവംബർ 28നുള്ളിൽ പോയിട്ട് ഈ ഒരു അപേക്ഷ നൽകുക. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഈ ഒരു എക്സാം ആരംഭിക്കുന്നതിന് ഏകദേശം 2 ആഴ്ച മുമ്പ് തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ സ്കൂളിൽ വിളിച്ച് ഹാൾ ടിക്കറ്റിൻ്റെ കാര്യം അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.